ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അസാധ്യമായ കാര്യങ്ങൾ ഉണ്ടാവുന്നല്ലേ? ഒരിക്കൽ പോലും നടക്കില്ല എന്ന് വിചാരിക്കുന്നവ, നമ്മളെക്കൊണ്ട് എങ്ങനെ പോയാലും സാധിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ എന്തെങ്കിലും രോഗങ്ങളായിരിക്കാം, കടബാധ്യതകളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, പഠന സംബന്ധമായോ ജോലിയോ സംബന്ധിച്ചുള്ളതായിരിക്കാം. നമ്മൾ പലപ്പോഴും പറയും, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ദൈവം എന്നെ കേൾക്കുന്നുണ്ടോ? അങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്തൊരവസ്ഥ. നമ്മളെല്ലാവരും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്, പല സാഹചര്യങ്ങളിലും, അല്ലേ? ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഈശോ പറയുന്നു, ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 6-7 വാക്യത്തിലൂടെ നമ്മളോട് പറയുകയാണ്: ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. പല കാര്യങ്ങളും നടക്കാത്തതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നവരോട് ദൈവം പറയുന്നു, ആകുലപ്പെടേണ്ട. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ കുറച്ച് താമസിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ മുറുകപ്പെടുത്താനാണ്. ആകുലതകളേക്കാൾ ഉപരി നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യങ്ങളും ആയിക്കൊള്ളട്ടെ, അത് കിട്ടിയതിനെക്കുറിച്ചോർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. അസാധ്യമായ കാര്യങ്ങളെയും സാധ്യമാക്കുന്നവനാണ് ദൈവം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നമുക്കത് സാധിച്ചു തരും. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 20 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 12 വർഷമായി രക്തസ്രാവം നിമിത്തം കഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിലൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി, എനിക്ക് സൗഖ്യം കിട്ടും എന്നവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു: മകളെ, ധൈര്യമായിരിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി. ഇതേ വിശ്വാസമാണ് നമ്മളിൽ നിന്ന് ദൈവവും ആഗ്രഹിക്കുന്നത്. നിനക്ക് മുന്നിൽ കെട്ടിയിരിക്കുന്ന വാതിലുകൾ ചിലപ്പോൾ നിനക്ക് തുറക്കാൻ സാധിക്കില്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന് അത് സാധ്യമാണ്. നീ തോറ്റുപോയി എന്ന് കരുതുന്ന സമയത്തായിരിക്കും ദൈവം നിന്നെ ഉയർത്തുന്നത്. നമ്മുടെ ബലത്താലല്ല, ഈശോയുടെ കൃപയാലാണ് ഓരോ അത്ഭുതങ്ങളും സംഭവിക്കുന്നത്. നമ്മൾ ഒത്തിരി കരഞ്ഞിട്ടുള്ള രാത്രികൾ ഉണ്ടായിരിക്കാം, പക്ഷേ സന്തോഷത്തിൻ്റെ പുലരികൾ നിനക്കായി കാത്തിരിപ്പുണ്ട്. ലോകം നമ്മെ അളക്കുന്നത് നമ്മുടെ കഴിവുകൾ കൊണ്ടായിരിക്കാം, എന്നാൽ ഈശോ നമ്മുടെ ഹൃദയം പരിശോധിച്ചറിയുന്നവനാണ്. നീ തകർന്നവനായിരിക്കാം, പക്ഷെ നിന്നിലൂടെ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. കാത്തിരിപ്പുകൾ നീണ്ടാൽ ഭയപ്പെടേണ്ട, അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്കായുള്ള സമയത്ത് അവൻ അത്ഭുതം പ്രവർത്തിക്കും. അതിനാൽ വിശ്വാസം കൈവിടരുത്, പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. ഓരോ വഴിയിലും ഈശോ നിനക്കൊപ്പമുണ്ട്. ദൈവത്തിൻ്റെ സാക്ഷികളാകാൻ നമുക്കൊരുങ്ങാം. കൃതജ്ഞതയോടെ എന്നും ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാം. ഓർക്കുക, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല.